മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ് നിഷാനെ അനി. നിഷാനെ അനി ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറയുന്നത് പെർഫ്യൂം കൊള്ളാം, പക്ഷേ 15,000-16,000 രൂപ മുടക്കിയിട്ട് നമ്മളൊരു 10-15 തവണ അടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതെനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. നല്ല പെർഫ്യൂമാണ്, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് വാനില പെർഫ്യൂം ഏതെന്ന് ചോദിച്ചാൽ നിഷാനെ അനി നമുക്ക് പറയാം. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഈ പെർഫോമൻസ്, അതിൻ്റെ ഒരു സ്ഥിരതയില്ലായ്മ, പെർഫോമൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലരും ആ ഒരു പെർഫ്യൂമിനെ വിമർശിച്ചിട്ട് അതിൻ്റെ അതേ മണവും അതേ ക്വാളിറ്റിയും വരുന്ന ഫ്രഞ്ച് അവന്യൂൻ്റെ സ്പെക്ടർ ഗോസ്റ്റിനെ റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ ഒരു കാര്യം തുറന്ന് പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഒരു വാനില പെർഫ്യൂമാണ് നിഷാനെ അനിയിലേത്. കാരണം സാധാരണ വാനില വരുമ്പോൾ ഒരു സ്മോക്കി ഇൻസെൻസ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ക്രീമി ഫ്ലഫി ആയിട്ടുള്ള വാനില നോട്ടാണ് ചേർത്തിരിക്കുന്നത്, ഒരു ഐസ്ക്രീം ടൈപ്പ് വാനില സ്മെൽ. നമ്മൾ വാനില എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന വാനിലയുടെ DNA ആണ് നിഷാനെ അനിയിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രേറ്റ് വേർഷൻ, കൂടുതൽ ലോങ്ജിവിറ്റി, കൂടുതൽ പ്രൊജക്ഷൻ, ഇതൊക്കെ വെച്ചിട്ട് ഒരു എക്സ്ട്രേറ്റ് വേർഷൻ ഓർമ്മ ഇറക്കി 2023 നിഷാനെ അനി എക്സ് എന്നും പറഞ്ഞു. അതാണ് നമ്മുടെ കയ്യിലുള്ളത്, എക്സ്ട്രേറ്റ് ഡേ പെർഫ്യൂം. ഇത് നമ്മുടെ ടെസ്റ്ററാണ് കയ്യിലിരിക്കുന്നത്. ജ്യൂസിൻ്റെ കളർ കുറച്ചും കൂടി ഒരു യെല്ലോ കളറാണ്. അത് എക്സ്ട്രേറ്റ് ആയതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ സ്റ്റീൽ പ്ലേറ്റിൽ എക്സ് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രേറ്റിൻ്റെ സിമ്പൽ. എക്സ്ട്രേറ്റ് ഡേ പെർഫ്യൂം ക്യാപ്പ്, നിഷാനയുടെ മെറ്റൽ ക്യാപ്പ് ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ക്യാപ്പ് വരുന്നത്. ഇനി ഇതിൻ്റെ നോട്ട് സെൻറ്റ് പ്രൊഫൈൽ വരുന്നത് സിട്രസ്, വുഡി, അരോമാറ്റിക്, വാനില, ഫ്രഷ് സ്പൈസി, ഫ്രൂട്ടി, പൗഡറി, വാം സ്പൈസി, അക്വാറ്റിക്. നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടോപ്പ് നോട്ടിൽ ലെമൺ, ജിഞ്ചർ, ബെർഗാമോ, മെലൺ, കാർഡമം, ബട്ടർ നോട്ട്, പിങ്ക് പെപ്പർ. മിഡിൽ നോട്ടിൽ ഗ്രീൻ ആപ്പിൾ, ബ്ലാക്ക് കറന്റ്, ലാവൻഡർ, പച്ചോളി, സേജ്, റോസ്. ബേസ് നോട്ടിൽ വാനില, സാൻഡൽവുഡ്, കാശ്മീർ വുഡ്, സീഡർ, വൈറ്റ് മസ്ക്, ആംബർഗ്രീസ്. ഈ നിഷാനെ അനിയുടെ യഥാർത്ഥത്തിൽ ആ മണം എന്ന് പറയുന്നത് ടോപ്പ് നോട്ടിൽ വരുന്ന ഒരു പൈനാപ്പിളിൻ്റെ മണവും പിന്നെ ഒരു സിട്രസ് മണവും, ഈ രണ്ടും ചേരുമ്പോൾ ഒരു ഫ്രൂട്ടി, സിട്രസ്, പൈനാപ്പിൾ സ്മെല്ലാണ് ഏതിന് നിഷാനെ അനിക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ക്രീഡ് അവൻഡസ് DNA വാനില ചേരുമ്പോൾ ഒരു ഡെഡ്ലി ആയിട്ടുള്ള ഒരു കോംബോ ആണത്. അത് പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു കോംബോ ആണ് അത്. പൈനാപ്പിൾ, സിട്രസ് നോട്ട് പ്ലസ് വാനില ചേരുമ്പോൾ ഒരു മണം, അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം, ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വളരെ സെഡ്യൂസ് ചെയ്യുന്ന ഒരു DNA. അപ്പോൾ ആ DNA തന്നെയാണ് ഇതിലും ചേർത്തിരിക്കുന്നത്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയാം. നല്ല സ്പ്രെയറാണ്. ഇവിടെ വരുന്നത് പൈനാപ്പിളിൻ്റെ മണമുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ സിട്രസ് നോട്ടും ഉണ്ട്, ഗ്രീൻ ആപ്പിളിൻ്റെ മണമുണ്ട്. ഈ 3 ഫ്രൂട്ട്സും ചേരുമ്പോൾ ഒരു മണം. ഒപ്പം ബെർഗാമോ, മെലൺ, ചെറുതായിട്ട് ജിഞ്ചർ. നമുക്ക് ആ കൃത്യമായിട്ട് ടോപ്പ് നോട്ടിൽ എല്ലാ നോട്ടും കിട്ടും. ഒരു പൈനാപ്പിളിൻ്റെ മണവും, പൈനാപ്പിളിന് പകരം എനിക്ക് പക്ഷേ പൈനാപ്പിൾ ഒരു ഗ്രീൻ ആപ്പിൾ സെൻറ്റ് പോലെയാണ്, YSLY EDP പോലെയുള്ള ഒരു ഗ്രീൻ ആപ്പിൾ പ്ലസ് പൈനാപ്പിളിൻ്റെ മണവും, ഗ്രീൻ ആപ്പിളും പൈനാപ്പിളും ചേരുമ്പോൾ ഒരു മണം. അതോടൊപ്പം ലെമണും ജിഞ്ചറും ബെർഗാമോയും മെലണും ചേരുമ്പോൾ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് ഓപ്പണിങ് വരുന്നത്. ക്രീഡ് അവൻഡസിൻ്റെ DNA ആണ് ഏതിന് നിഷാനെ അനിയുടെ ഓപ്പണിങ്ങിൽ വരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ഫ്രൂട്ടി ആയിട്ട്, കുറച്ചും കൂടി തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വേഗത്തിലാണ് നിഷാനെ അനി എക്സ്ട്രേറ്റ് വാനില നോട്ടിലേക്ക് കടക്കുന്നത്. പക്ഷെ അതേസമയം ഇതിൻ്റെ നോർമൽ വേർഷൻ ഇത്തിരി സമയമെടുക്കും. ആദ്യത്തെ ക്രീഡ് അവൻഡസിൻ്റെ ആ ഒരു പൈനാപ്പിൾ, എർത്തി, ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്രഷ് മണം ഒന്ന് മാറിയിട്ട് പിന്നീടാണ് ഈ വാനില നോട്ടിലേക്ക് അത് എത്തുന്നത് തന്നെ. പക്ഷേ ഇവിടെ വളരെ ഫോർവേഡായിട്ട് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഈ നോട്ട് വന്നിട്ട് കുറച്ച് നേരത്തേക്ക് ഒരു ഫ്രൂട്ടി ഫ്രഷ് സെൻറ്റ് ബബിൾ ഉണ്ടായിട്ട് പിന്നീട് അത് പതിയെ വാനില നോട്ടിലേക്ക് മാറും. ഇതിൽ ചേർത്തിരിക്കുന്ന വാനില ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിനുള്ളിൽ ഒരു വാനില ഐസ്ക്രീം വെച്ചിട്ട് അത് പിറ്റേ ദിവസം ആ ഡോറൊന്ന് തുറക്കുമ്പോൾ ആ ഒരു മിസ്റ്റ്, ആ തണുപ്പിൻ്റെ ആ ഐസ് വിട്ടിട്ട് വരുന്ന ഒരു മണവും ആ ഒരു വാനില ടൈപ്പ് മണമാണ്. മനസ്സിലായില്ലേ? ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം അത് തുറക്കുമ്പോൾ ഫ്രീസറിൽ ആ വായുയോടൊപ്പം തന്നെ വരുന്ന ഒരു മണം ഉണ്ടല്ലോ, വാനിലയുടെ മണം. ആ മണം ആണ് ഇതിൽ ചേർത്തിരിക്കുന്ന വാനിലയുടെ മണം. അപ്പോൾ അത് വളരെ നമ്മൾ സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വാനില സ്മെല്ലാണ്. സാധാരണ ഒരു സ്മോക്കി ഇൻസ്റ്റൻസ് ടൈപ്പ് വാനില വരുന്നെങ്കിൽ ഇവിടെ കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ടുള്ള സ്മോക്കിനെസ് മാറ്റി നമുക്ക് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വാനില സെൻറ്റ്. പിന്നെ എങ്കിലും ഒരു സിട്രസ് എവിടെയോ വാനിലയുടെ ഒപ്പം തന്നെ ഈ പൈനാപ്പിളിൻ്റെ മണം മാറി. പിന്നെ മിൻറ്റിൻ്റെ മണം, അത് മിൻറ്റിൻ്റെ മണം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. മിൻറ്റ്, ബ്ലാക്ക് കറന്റ് ഫ്രൂട്ടിൻ്റെ മണവും ചേർത്തിട്ടുണ്ട്. പക്ഷേ ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ മിൻറ്റ് പ്ലസ് വാനില നോട്ടായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ ആ ഓപ്പണിങ്ങിലെ ആ ഒരു സിട്രസ് നോട്ടൊക്കെ ഒന്ന് മാറി പതിയെ വാനില നോട്ട് പൊങ്ങി വരുന്നുണ്ട്. നമുക്കൊരു യൂറോപ്പിലെ ഒരു സ്പ്രിംഗ് സീസണൊക്കെ മനസ്സിൽ ഓർമ്മ. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ട്രിപ്പ് പോകുന്നവർ, അവധി ആഘോഷിക്കാൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നവരൊക്കെ. അപ്പോൾ ആ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യൂറോപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ് ഈ ഒരു, എനിക്കതാ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇപ്പോൾ നല്ല വാനില നോട്ട് പതിയെ പൊങ്ങി വരുന്നുണ്ട്. വളരെ ക്രീമി ആയിട്ടുള്ള വാനിലയാണ്, സ്മോക്കി വാനില അല്ല. ഞാൻ എടുത്തു പറയുന്ന കാരണം അത് സ്മോക്കി വാനില അല്ലാത്തതുകൊണ്ടാണ്. വളരെ ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന ടൈപ്പ് ഗുർമോണ്ട് ആയിട്ടുള്ള വാനില.
ഡ്രൈ ഡൗണിൽ വരുമ്പോൾ ഈ വാനില തന്നെയാണ് കുറച്ചും കൂടി ടോൺ ഡൗൺ ചെയ്തിട്ടുള്ള വേർഷൻ. എങ്കിലും നമുക്ക് പിറ്റേ ദിവസം കഴിഞ്ഞാലും നമുക്ക് ആ ഷർട്ട് എടുത്തിടുമ്പോൾ ആ വാനിലയുടെ ഒരു മണം, ചെറുതായിട്ട് ഒരു ലെമണും വാനിലയും ചേരുമ്പോൾ ഉള്ള ഒരു മണം നമുക്ക് ഡ്രൈ ഡൗണിൽ ഇപ്പോൾ കിട്ടുന്ന ഈ മണം ഉണ്ടല്ലോ, ഈ മണത്തിൻ്റെ ഏറ്റവും ഒരു മങ്ങിയ പരുവത്തിലായിരിക്കും ഏറ്റവും അവസാനം നമുക്ക് പിറ്റേ ദിവസം വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ കിട്ടുന്ന മണവും ഇതിൻ്റെ അല്പം മങ്ങിയ മണം. ഇപ്പോൾ വാനില ഫ്രഷ് പെർഫ്യൂം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ പെർഫ്യൂമിന്, അതുപോലെ തന്നെ ഓഫീസ് ഫ്രാഗ്രൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പെർഫോമൻസ് എക്സ്ട്രേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ഉണ്ട്. 7 മണിക്കൂറാണ് ഇതിൻ്റെ 7-8 മണിക്കൂറാണ് ലോങ്ജിവിറ്റി വരുന്നത്. ആദ്യത്തെ 2.5 മണിക്കൂർ 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 8 സ്പ്രേ. വെയിലത്ത് ഉപയോഗിക്കാം, നമുക്ക് വെയിലത്ത് അടിച്ചിട്ട് വെയിലത്ത് പുറത്തിറങ്ങാം. ഓഫീസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിമെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലെ വാനിലയും ആ ഒരു ബ്ലാക്ക് കറന്റ്, ഗ്രീൻ ആപ്പിൾ, ലെമൺ, സിട്രസ്, പൈനാപ്പിൾ ഈ നോട്ടൊക്കെ ചേരുമ്പോൾ ഫ്രൂട്ടി നോട്ട് പ്ലസ് വാനില, ഒന്ന് ക്രീഡവൻറ്റസിൻ്റെ DNA പിന്നെ ഒന്ന് വാനിലയുടെ മണം, അത് രണ്ടും ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത DNA ആണ്. അപ്പോൾ 2 DNA ചേരുമ്പോൾ ആ ഒരു നല്ലപോലെ അത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഓഫീസിലും പുറത്ത് പോകുമ്പോൾ, പിന്നെ പാർട്ടി, കല്യാണം, ക്ലബിങ്, രാത്രിയിൽ ഉള്ള പരിപാടികൾ, പിന്നെ അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടുമായിട്ട് പുറത്ത് പോകുമ്പോൾ, ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത്, ഷോപ്പിങ്ങിന് പോകുമ്പോൾ, സിനിമയ്ക്ക് പോകുമ്പോൾ, അങ്ങനെ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിഗ്നേച്ചർ വർത്തിയായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് നിഷാനെ അനി എക്സ്ട്രേറ്റ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിഷാനെ അനി വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പൈസ ഇട്ട് നിങ്ങൾ ഇത് വാങ്ങുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനി സ്പെക്ടർ ഗോസ്റ്റ് ആണോ നിഷാൻ ആനി എക്സ്ട്രേറ്റ് ആണോ നോക്കി ഞാൻ നിഷാൻ ആനി എക്സ്ട്രേറ്റ് പറയും. കുറച്ചും കൂടി നല്ലൊരു നീഷ് ക്വാളിറ്റി കുറേ കൂടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മറ്റേതൊരു ഡിസൈനർ ലെവലാണെങ്കിൽ ഇത് കുറേ കൂടി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നീഷ് ലെവൽ വർക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കുറേ നോട്ട് ഇങ്ങനെ വാരി വലിച്ച് കുത്തിക്കയറ്റി പെരുപ്പിച്ച് കാണിച്ചിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ടുകൾ, പൈനാപ്പിളും ബെർഗാമോയും ഗ്രീൻ ആപ്പിളും ചേരുമ്പോഴും ആണോ, പിന്നെ വാനില സ്മെൽ, അത്രേ ഉള്ളൂ. അത് നല്ല രീതിയിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങുക എന്ന് ഞാൻ പറയും. ഇതിൻ്റെ വില വരുന്നത് 100 ml ഏകദേശം 17 സംതിങ് ആണ് വില വരുന്നത്. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ നന്നായിട്ട് മണം പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തും, സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തും. കറക്റ്റ് സമാസമം അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കൂടിയോ കുറഞ്ഞോ പോയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട് ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നതുമില്ല. എല്ലാം ഓരോ നോട്ടും ഈക്വലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കറിയാം ഇത് പലരും വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നൊരു പെർഫ്യൂമാണ്. അതിൻ്റെ എക്സ്ട്രേറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അടിച്ചിട്ട് എനിക്ക് കുറേ നേരം എൻ്റെ കയ്യിൽ മണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസവും എൻ്റെ ഷർട്ടിൽ നിന്ന് മണം വരുന്നുണ്ട്. അപ്പോൾ മണം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പുറത്തൊക്കെ പോകുമ്പോഴും ബൈക്കിലൊക്കെ പോകുമ്പോൾ ഈ മണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ 2 ml, 5 ml, 10 ml സാമ്പിൾ അവൈലബിൾ ആണ്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യാം. ഒപ്പം വാട്സപ്പ് നമ്പറും താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു സോ മച്ച്.